വോട്ടെടുപ്പ് എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ്. പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലെന്ത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം ലീഗിന് അവരുടെ പൊന്നാപുര കോട്ടയായിട്ടുള്ള ഈ രണ്ട് മണ്ഡലങ്ങളും കാക്കാൻ ഇത്തവണ സാധിക്കുമോ, അതോ മറ്റേതെങ്കിലും മാറ്റങ്ങൾ ഇത്തവണ സംഭവിക്കുമോ? അതൊക്കെ നമുക്ക് നോക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ നമുക്കൊരു വെല്ലുവിളി തന്നെയല്ല. ഇവിടെ എന്ത് നോക്കിയാലും ET മുഹമ്മദ് ബഷീർ കൊടുക്കുന്ന വികസനങ്ങളെ കാണിച്ചു തരുള്ളൂ. പിന്നെ മറ്റോലെ ഒന്നും പറഞ്ഞോട്ടെ, അത് നമുക്കൊരു വികസനമല്ല. ഇപ്പം ചെറുപ്പക്കാരനാന്ന് പറഞ്ഞോണ്ട് അതൊന്നും ആ പരിപ്പൊന്നും ഇവിടെ പോകില്ല. മണ്ഡലത്തിൽ ഒരുപാട് വികസനങ്ങളുണ്ട്. നമ്മളെ എണ്ണിയാൽ തീരൂല. 10 പേരിലുള്ളൂ നമുക്ക്. അയിമൽ എണ്ണിയാൽ തീരാൻ മാത്രം വികസനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തെല്ലാം വികസനമുണ്ട്. നിങ്ങളിപ്പോൾ മലപ്പുറത്ത് വന്നതാണല്ലോ. നിങ്ങൾ വന്ന് കോട്ടക്കുന്നുമ്മ ലൈവ് കൊടുത്തു, കോട്ടക്കൽ ലൈവ് കൊടുത്തു. അവിടെയൊക്കെ വികസനങ്ങൾ കാണുന്നില്ലേ? എല്ലാം ET പോലത്തെ ഒരു നേതാവില്ല. എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ET അവിടെ എത്തും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണണ്ടല്ലേ. എന്തായാലും ET ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് നയിക്കും. ഈ പാട്ട് ET മുഹമ്മദ് ബഷീർക്കുള്ള പാട്ട്. ഇന്ത്യൻ മണ്ണിൽ വർഗീയത തുടച്ചു നീക്കാൻ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ സാരഥിയാണ് ET മുഹമ്മദ് ബഷീർ എന്ന നേതാവായൂര്. UDFന്റെ നല്ല സാരഥിയാണ്. കോണി ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് നൽകിയിടൂ. ഇന്ത്യൻ മണ്ണിൽ വർഗീയത തുടച്ചു നീക്കാൻ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ സാരഥിയാണ് ET മുഹമ്മദ് ബഷീർ എന്ന നേതാവായൂര്. കേരളത്തില് മറ്റ് 19 മണ്ഡലങ്ങളിലുള്ള പോലെ തന്നെ മലപ്പുറത്തും മാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഒരുപാട് അനുകൂല ഘടകങ്ങൾ മുൻകാല ഇലക്ഷനുകളിൽ സംബന്ധിച്ചിടത്തോളം അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ LDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു യുവത്വത്തിന്റെ ഒരു പ്രതീകം എന്ന നിലക്ക് വസീഫ് ഇവിടുന്ന് ജയിച്ചു കയറും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ MP-മാരെ വെച്ച് മാറിയത് തന്നെ. മണ്ഡലത്തിൽ സ്വന്തം അണികളിൽ നിന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധം മണ്ഡലം പൊന്നാനിയും മലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയതിന് പിറകിൽ തന്നെ. അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ ചില വിഷയങ്ങൾ വരുമ്പോൾ ചില അഴകുഴമ്പൻ സമീപനമൊക്കെ MP-മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇലക്ഷനിൽ പ്രതിഫലിക്കും. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ET പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തെത്തി. ആ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഒരു 2 ലക്ഷത്തിന്റെ മേലക്കുള്ള ഭൂരിപക്ഷം ഇവിടെ ഉണ്ടാവും. പിന്നെ എല്ലാ സമയത്തും ന്യൂനപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം എപ്പോഴും നിന്നിട്ടുള്ളൊരു നേതാവാണ് ET മുഹമ്മദ് ബഷീർ സാഹിബ്. നിങ്ങൾ ചാനലിലേക്ക് തന്നെ അറിയാം. ഒരു MP-നെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ശശി തരൂർക്ക് കഴിഞ്ഞാൽ 3ാമതായിട്ട് അല്ലെങ്കിൽ 2ാമതായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ET മുഹമ്മദ് ബഷീർ സാഹിബ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാൻ കഴിയും. പിന്നെ BJPന്റെ അടുത്ത് നിന്നുണ്ടാകുന്ന നിലപാടുകൾ എല്ലാവർക്കും അറിയാം. ഇവരെങ്ങനെയാണ് ഇതിന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോട് കൂട്ടി ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ നിന്ന് വിജയിച്ച് കയറുന്നതെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മണ്ഡലം മാറിയതല്ല വിഷയം. ഇവിടെ നിലനിൽപ്പിനുള്ള ഒരു പോരാട്ടമാണ്. ഇന്ത്യയിലെ ഭരണഘടന നിലനിർത്താൻ, ദേശീയ പതാക നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോരാടുന്നത്. ആ സമയത്ത് ഇവിടെ ഉന്നയിക്കുന്നത് പോലെയുള്ള നിസ്സാരപ്പെട്ട വിഷയങ്ങളുമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ETക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയാനുള്ള കാരണം കേരള സർക്കാരിന്റെ ഇതുവരേക്കുള്ള ഭരണത്തിനുള്ള വിലയിരുത്തലാവും. ഒരു വീട് നോക്കേണ്ട ഒരാൾക്ക് കറണ്ട് ബില്ലിൽ അടക്കേണ്ട ആൾക്കാരെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. ഓട്ടോറിക്ഷ ഓടുന്ന ഞങ്ങൾക്ക് കിട്ടും. ഇവിടെ എല്ലാ മേഖലയും ഒരു പെൻഷൻ വാങ്ങേണ്ട ആൾക്കാരെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങളെ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണ്. നരേന്ദ്രമോദി ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് രാഹുൽ ഗാന്ധിനെയാണ്. ആ രാഹുൽ ഗാന്ധിയെ നേരം വെളുത്തലുണ്ടെങ്കിൽ പുലമ്പം പറയേണ്ട പണിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഇനി ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ കേരള മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. പിന്നെ ഇവിടെയുള്ളൊരു സ്ഥാനാർത്ഥി, ഈ സ്ഥാനാർത്ഥിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പേരാമ്പ്രയിൽ പള്ളി തകർത്ത സമയത്ത് അതുൽ ദാസ് എന്നൊരു ഒരാളെ ജാമ്യത്തിൽ ഇറക്കി കൊടുന്നതിൽ കുറ്റബോധം ഉണ്ടോ വസീഫിന്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. സമസ്ത സ്ത്രീകളെ പൊതുരംഗത്ത് നിന്നത് പൊതുവേദിയിൽ നടത്തിനെ പറ്റിയിട്ട് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിൽ ഖേദിക്കുന്നുണ്ടോ? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. പിന്നെ DYFIനെ ഗോവിന്ദ
മാസ്റ്റർ തള്ളി പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും ഡിവൈഎഫ്ഐയിലുണ്ട്, ഒരാളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ സമയത്ത്. ഒറ്റ ആള്, ഒരു കോൺഗ്രസിലുള്ളതോ ലീഗിലുള്ളതോ BJPയിലുള്ള ആളുകൾ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പറഞ്ഞ പണിയെടുക്കും. അതിന് അവർക്ക് കഴിയൂല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളെ ഭൂരിപക്ഷത്തോടെ തന്നെയാണ്. അതായത് ടിയുടെ ഭൂരിപക്ഷം ഇനിയും വർദ്ധിപ്പിക്കുന്നതാണ്. അത് ഭൂരിപക്ഷത്തോട് മാത്രമാണ് മത്സരം. പിന്നെ ഇതിനു മുമ്പും പല ആൾക്കാരും നമ്മൾ എതിരാളികളായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം DYFന്റെ പിന്നെ യുവജന വിഭാഗത്തിന് ദേശീയ നേതാവായിരുന്ന പിന്നെ ഷാനു തന്നെയായിരുന്നു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. പക്ഷെ അവിടെയൊക്കെ അവരെ തോൽപ്പിച്ചൊക്കെ നല്ല ഭൂരിപക്ഷത്തോടായിരുന്നു. അപ്പോൾ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ നല്ല പരിണുഭ സമ്പത്തുള്ള ദേശീയ ഇടപെടൽ നടത്തുന്ന ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളെ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു സംശയമില്ല അതിൽ. കാരണം വളരെ ഭൂരിപക്ഷത്തോടെ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനാണ് എല്ലാ പ്രവർത്തകരും അണിയറിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഇതൊരു ആരോപണം, ഇടതുപക്ഷത്തിന്റെ പ്രചരണ ആയുധമായിട്ട് മാത്രമേ ഈ ആരോപണത്തെ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞങ്ങളെ ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ ലീഗിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ സംസാരിച്ച് നിങ്ങൾക്കറിയാം, പാർലമെന്റിൽ സംസാരിച്ച ഓരോ വിഷയങ്ങളും അറിയാം. അത് റെക്കോർഡബിൾ ആണ്. അത് റെക്കോർഡബിൾ ആയ ഒരു സാധനത്തെ നമുക്ക് ഒരിക്കലും അട്ടിമറിക്കാൻ പറ്റൂല. അത് സംസാരിച്ച ഒരു ആരോപണം കൊണ്ട് നമുക്ക് തള്ളിയിടാൻ പറ്റൂല. അതൊരു പാർലമെന്ററി റെക്കോർഡാണ്, ആർക്കും വേണമെങ്കിലും കിട്ടുന്ന ഒരു സംഗതിയാണ്. ദേശീയ NRCയുമായിട്ട് അല്ലെങ്കിൽ CA ബന്ധപ്പെട്ട് ആദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത്. ഇപ്പോഴും അതിന്റെ കീഴിലാണ് മറ്റു ഹർജികളൊക്കെ വരുന്നത്. ഇപ്പോഴും ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയോട് നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്. കേൾക്കുന്നവർ പുച്ഛിച്ച് തള്ളൂലേ? കാരണം ഇന്ത്യൻ പാർലമെന്റ് ലീഗിന് വേണ്ടിയിട്ടില്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അതൊരു ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം എന്നുള്ള പോരാട്ടമല്ല. ഒരു ഇന്ത്യയിലെ ന്യൂനപക്ഷം വരുന്ന എല്ലാ സമുദായങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് CA NRCയുമായി ബന്ധപ്പെട്ട്. BJP ഇന്ത്യൻ ഡെമോക്രസിയിലെ ഏറ്റവും കറുത്ത അധ്യായം തന്നെ പറയാം. കാരണം ഡെമോക്രസി അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കുള്ളതാണ്. അതൊരു പ്രത്യേക ജനവിഭാഗത്തെ മാത്രം ഒഴിവാക്കിയിട്ടുള്ള ഒരു നടപടി തീരെ ശരിയായ കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുള്ളൊരു പോരാട്ടം ഇന്ത്യ ദേശീയ തലത്തിൽ മൊത്തം ഉയർന്നു വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കാലം തെളിയിച്ചിട്ടുള്ളത്, ഇനി തെളിയിക്കാൻ പോകപ്പെടുന്നതും. പ്രതീക്ഷ നിങ്ങൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം മണ്ഡലത്തിലാണ്. അപ്പൊ ഞാൻ പറയാതെ തന്നെ മണ്ഡലത്തിൽ വന്നപ്പോൾ ഈ മണ്ഡലത്തിന്റെ പൾസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ET എന്തായാലും 2 ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ET എന്തായാലും പാർലമെന്റിലെത്തും. കാരണം എന്താ വെച്ചാൽ ETനെ കുറിച്ച് പറയുകയാണെങ്കിൽ LDFന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വരെ സമ്മതിച്ച ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണ് ET മുഹമ്മദ് ബഷീർ. കാരണം എന്താ വെച്ചാൽ മുന്നേ ഇവിടെ പറഞ്ഞോലൊക്കെ പറഞ്ഞ് പിന്നെ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ഹാജർ നിലകൾ, ബില്ലുകൾ, റൂളിങ്ങുകൾ, ഒരു മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് ET മുഹമ്മദ് ബഷീർ സാഹിബ്. പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാൻ പറ്റും, കാശ്മീരിൽ അതുപോലെ തന്നെ ആസാമിൽ അതുപോലെ തന്നെ ബുൾഡൌസർ രാജ് വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തൊക്കെ അക്രമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വന്നപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് പോരാടിയ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ലൊരു രാഷ്ട്രീയ മാന്യതയുള്ള രാഷ്ട്രീയക്കാരനാണ് ET മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് തന്നെ 2.5 ലക്ഷത്തിന്റെ മോൾക്കുള്ള ഭൂരിപക്ഷത്തിൽ ET എന്തായാലും പാർലമെന്റിലുണ്ടാവും. അല്ല, അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. അതൊക്കെ അവരൊരു കുതന്ത്രങ്ങളാണ്. നമുക്ക് പിന്നെ മുൻകാലങ്ങളിലെ ചരിത്രങ്ങൾ, CPMന്റെ ഓരോ ലീഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കടകംപള്ളി സുരേന്ദ്രന്, അതുപോലെ തന്നെ VS അച്യുതാനന്ദന്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടുത്ത പ്രദേശത്ത് അരീക്കോട് ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ എന്താ വെച്ചാൽ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആക്രോശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. CAA വന്നപ്പോൾ ഒരുപാട് കേസ് മലപ്പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് ആളുകളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും തന്നെ നിലനിൽക്കുകയാണ്. ആദ്യം ഈ കേസൊക്കെ ഒന്ന് വിഡ്രോ ചെയ്യട്ടെ, എന്നിട്ട് NRC CAA എതിരൊക്കെ അവർക്ക് സംസാരിക്കുക. അത്രയാണ് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാല് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് മലപ്പുറമാണ്. മലപ്പുറത്ത് ലീഗിന് പ്രത്യേക സ്വാധീനം ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. അതിലുപരി ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു ആനയും ആടും അല്ലെങ്കിൽ ആനയും ആമയും തമ്മിലുള്ള വ്യത്യാസമാണ്. ETന്റെ നമ്മളെ പാർലമെന്റിലെ പെർഫോമൻസും ഈ വസീഫിന്റെ ചാനൽ ചർച്ചയിലെ പെർഫോമൻസും മാത്രം ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുണ്ട് എന്നുള്ളത്. ഒരു പാർലമെന്റിക്ക് കുഴപ്പമില്ല, വസീഫിനെ നമുക്ക് ഒരു മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഇൻ കേസ് കോർപ്പറേഷനിലേക്ക് വരെ മത്സരിപ്പിക്കുക. അതിലപ്പുറത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി വസീഫിനുണ്ടോ എന്നുള്ള അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ച ജസ്റ്റ് ഒരു 3-4 ചാനൽ ചർച്ച ഒന്ന് വീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു പക്വതയുള്ള ഒരു നേതാവാണ് എന്നുള്ളത്. നേരെ മറിച്ച് ETയുടെ പാർലമെന്റിലെ പെർഫോമൻസും കണ്ടാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. ഒന്ന്,
പിന്നെ രണ്ടാമത് ഇപ്പോൾ പ്രചരണത്തിൽ ഞാൻ കുറെ കേട്ടു, വസീഫ് യൂത്താണ്, എങ്ങനെയാണ് യൂത്തിനെ നമ്മൾ വിജയിപ്പിക്കേണ്ടത്. അത് ശരിക്കും സത്യം പറഞ്ഞാൽ LDF മറ്റ് മണ്ഡലങ്ങളിൽ വിപരീത ഫലം ചെയ്യൂലേ. യൂത്തിനെയാണ് വിജയിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഏത് മണ്ഡലത്തിലും യൂത്തിനെ വെക്കണേ. ഇവിടെ എന്തുകൊണ്ട് യൂത്ത് വന്നു എന്നുള്ളത് വെച്ചാൽ DYFI കൊടുത്ത മണ്ഡലമാണ്. ഓല് പറഞ്ഞ് ഞങ്ങളെ CPM ഒരു ഭാഗമല്ല എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയിട്ട് ഓല് യുവജന സംഘടനയാണെന്ന് പറയാം, ഓല് കൊടുത്ത സീറ്റാണെന്ന് പറഞ്ഞാൽ DYFI കൊടുത്ത സീറ്റിൽ ഒരു വയസ്സിനെ കൊണ്ടേക്കാണ് ഓല് മത്സരിപ്പിക്കാൻ കഴിയൂലല്ലോ. അതാണ്. അല്ലാതെ പോലെ യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല. ഇവിടെ പക്വതയിൽ രാജ്യത്തിന്റെ ആവശ്യം എന്താണ്, അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഇപ്പം രാജ്യത്ത് വിജയിപ്പിക്കേണ്ട ഒരു ഘടകം. പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഈ LDF ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന CPM ഒരിക്കലും ഇപ്രാവശ്യം ഇവിടെ ഇങ്ങനെ ഒരു മത്സരം തന്നെ ചെയ്യാം. അടുത്ത മാളിജനും ഒരു 2 സീറ്റിൽ അത്യാവശ്യം പറ്റുന്ന 2 സീറ്റുകൾ മത്സരിച്ച് ബാക്കി സീറ്റുകൾ UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അതിന് രാജ്യത്തിന് കൊടുക്കേണ്ട സന്ദേശം അവർ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ എന്ത് ഇതാണ് അവർക്ക് പ്രസക്തിയാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. അതിർത്തി യൂത്ത് ലീഗുകാരും രേഖപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ചിലപ്പോൾ LDF ആരെങ്കിലുമൊക്കെ മറ്റേ ഇപ്പൊ ഷാഫിക്കെതിരെയുള്ള ഒരു ആരോപണം വന്നല്ലോ, ശൈല ടീച്ചർക്കെതിരെ എന്തൊക്കെയോ ഉണ്ടാക്കി വിട്ടു എന്ന് പറഞ്ഞത്. അതിപ്പോ അവരെന്നെ തിരുത്തി, അതുപോലെ ഇവരെന്നെ പ്രചരിപ്പിക്കണം എന്തെങ്കിലും ഒന്നാവും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചാനലുകാർക്ക് എവിടെന്നെങ്കിലും ഒരു ന്യൂസ് ഇത് ഉണ്ടാകണമെങ്കിൽ അവർ പ്രചരിപ്പിക്കണം. അല്ലാതെ യൂത്ത് ലീഗ് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരിക്കണമെന്ന് യൂത്ത് ലീഗ് അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പാർലമെന്റിൽ പെർഫോം ചെയ്യാൻ പറ്റണ, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റണ, അല്ലെങ്കിൽ മോഡിക്കും അമിത്ഷാക്കും നേരെ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാക്കളെ പറഞ്ഞേക്കേണ്ടത്. അല്ലാതെ അതിന് വേറെ ആരെങ്കിലും അതിന് ആപ്റ്റായിട്ടുള്ള ആളുകൾ ഇനി യൂത്ത് ലീഗിലുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ഇതാക്കാം. അത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയണ ഇപ്പോഴത്തെ നമുക്ക് മുൻ കാലങ്ങളിലെ പരിചയം വെച്ചിട്ട് സമദാനിയെ സംബന്ധിച്ചും AT മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചും പാർലമെന്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ അതിന്റെ അഭിപ്രായം ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന അപൂർവ നേതാക്കളിൽ പെട്ട ആളുകളാണ് അവർ രണ്ടുപേരും. അവരെ വിജയിപ്പിക്കണം. NK പ്രേമചന്ദ്രനെ, ബഷീർ സാഹിബിനൊക്കെ നമ്മൾ കാണുന്ന ഞാൻ ആളുകൾ നമ്മൾ പറയേണ്ട അത്രേ ഉള്ളൂ. പാർലമെന്റിൽ ഇതെല്ലാം നമുക്ക് വീഡിയോസ് ഇപ്പൊ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അത് കണ്ടാൽ തന്നെ മതി എന്താണ് അവർ നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കാൻ. അവിടെ മറ്റു ഇതിനൊന്നും പ്രസക്തി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അത് കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കൂടിയിട്ട് ഇപ്പൊ പ്രധാനം ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ പിന്നെ CPM ഒന്നും ഇവിടെ വോട്ട് വെച്ചാൽ നടക്കില്ല ആൾക്കാരുടെ ഇടയിൽ നിന്ന്. ആ കോലത്തിലുള്ള കാട്ടിക്കൂട്ടിക്കണേ എങ്ങനെ ഒരു നാടിനെ കുട്ടിച്ചോറാക്കാന്നുള്ളത്, എങ്ങനെയെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാന്നുള്ളതാണ് ഈ CPM ഈ കുറഞ്ഞ കാലത്ത് ഭരണം, 2ാം പിണറായി സർക്കാരിന്റെ ഭരണം നമുക്ക് മനസ്സിലാക്കുന്നത്. അവര് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചാർജുകളും വർദ്ധിപ്പിക്കുന്നത് ഒരു ആരാണ്. അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം, കറണ്ട് ചാർജ്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എത്ര പ്രാവശ്യം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? എന്റെ അഭിപ്രായത്തിൽ നമ്മളെ വകുപ്പ് മന്ത്രിക്ക് വരെ ചിലപ്പോൾ ഓർമ്മ കിട്ടൂല. കാരണം അത്രത്തോളം തവണ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അതുപോലെ ഓരോ ചാർജും നമ്മൾ ഓരോന്നൊക്കെ ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ജനങ്ങൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് നമുക്ക് കുറെ അനുഭവങ്ങളും കുറെ കേൾവികളും നമ്മളെ ഇതൊക്കെ ആണെങ്കിലും ഇവിടെ CPM ഭരണം, LDF ഭരണം, ഈ 5 വർഷത്തെ ഭരണം മുന്നത്തെ നമ്മൾ മെച്ചണ്ട് എന്നല്ല പറഞ്ഞത്. അത് പിന്നെ കൊറോണയിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സഹതാപം കൊണ്ട് പല കാരണങ്ങൾക്കും കിട്ടി. ഈ 5 വർഷത്തെ ഭരണം കൂടി കാണുമ്പോൾ നമുക്ക് എന്താണ് പിന്നെ ജനങ്ങൾ അവർ നേരിട്ട് പറയട്ടെ, ജനങ്ങൾ തന്നെ ഓരോട് നേരിട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ മുന്നേ ഒരു LDF പ്രതിനിധി പറഞ്ഞു നമ്മളെ ക്ഷേമ പെൻഷൻ കിട്ടുന്ന പ്രശ്നം. അതൊക്കെ കേന്ദ്രം അവിടെ തരണ്ട് വരാത്തതുകൊണ്ട് ചാനൽ ചർച്ചയിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് ജനങ്ങൾക്ക് വിലയിരുത്താം. അതൊക്കെ പോട്ടെ, അവർ 2 രൂപ പെട്രോളിന് സെസ് എന്ന് പറഞ്ഞാണ്ട് വാങ്ങി. അത് എന്തിനു പറഞ്ഞിട്ടാണ്? അവിടെ പണ്ട് കക്കൂസ് ഉണ്ടാക്കാനായിരുന്നു വാങ്ങിയത്, ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്നാണ്. ഇതിന് മുമ്പ് ഒരു സർക്കാർ ഇങ്ങനെ സെസ് വാങ്ങിയിട്ടല്ല ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. ഇന്ന് അങ്ങനെയൊക്കെ പോയിക്കോട്ടെ, ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാനല്ലേ ജനങ്ങൾ ഈ സെസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പൈസ എവിടെ പോയി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആ പൈസ അവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. എവിടെ പോയി ആ പൈസ? ഈ സെസ് വാങ്ങിയ പൈസ കോടാനുകോടി ഉറുപ്പ്യ ഉണ്ടല്ലോ, അതെവിടെ പോയി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇത് ഓരോ വിഷയങ്ങളും അങ്ങനെ എടുത്തു നോക്കിയാൽ ഇവർക്ക് അഴിമതി ദൂരത്ത് നടത്താൻ വേണ്ടി മാത്രം ഉള്ളൊരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴാണ് ഒക്കെ ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെയല്ലോ. ജനങ്ങൾ അപ്പോക്കിന് ഒരു പരുവായിട്ടുണ്ടാവും. ഇനി കുറച്ചും പാടി കാലം ഭരിക്കാല്ലേ. അപ്പോൾ കൂടുതലൊന്നും അനുഭവിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഭരിക്കുന്ന സംഘടന പറഞ്ഞാൽ നമ്മളെ പിണറായി വിജയന്റെ സർക്കാരാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ കാലങ്ങളായിട്ട് നമ്മളെ ജയിച്ചു വരുന്നൊരു വാർഡാണ്, മണ്ഡലമാണ് ET മുഹമ്മദ് ബഷീർ സ്ഥാനാർത്ഥി, മലപ്പുറം മണ്ഡലം. അപ്പോൾ നിസ്സംശയം 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ നിസ്സംശയം നമുക്കൊരു സംശയമില്ലാതെ പറയാൻ കഴിയും, ഒരു 6 അക്ക സംഖ്യ കാലങ്ങളായിട്ട് ജയിച്ചു വരുന്നൊരു ഭൂരിപക്ഷം, അതിന് മേലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും വോട്ടിൻ്റെ സമയത്ത് നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ET മുഹമ്മദ് ബഷീർ
പാർലമെന്റിൽ എത്തുന്നുള്ളത് 100% ഉറപ്പാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. ഈട്ടിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, പാർലമെന്റിലെ മൂപ്പരുടെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കുള്ള മൂപ്പ ഇടപെടൽ, ഓരോ കാര്യങ്ങൾ എടുത്താലും നമുക്ക് എണ്ണി പറയാൻ മാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഈട്ടിയെ പോലൊരാൾ പാർലമെന്റിൽ എത്താന്നുള്ളത് ഓരോ മലയാളികളുടെയും ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിൽ ഈട്ടിയെ പോലുള്ള ആളുകൾ വരണം എന്നുള്ളത് 100% നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഇത്തവണ എന്തായാലും മലപ്പുറത്ത് നിലവിലുള്ള അതേപോലെ തന്നെയാണ്. UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ ഭൂരിപക്ഷം ET മുഹമ്മദ് ബഷീർ സാഹിബിനുണ്ടാകും. പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കും. കേരളത്തിൽ UDFനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. LDFന്റെ ഭരണം, ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വളരെ മോശം ഭരണമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷന് അതുപോലുള്ള മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു LDF വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഈട്ടിക്ക് വോട്ടായി മാറുമെന്നുള്ളതാണ്. മതേതര ഇന്ത്യയെ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈട്ടിക്കൊപ്പം ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാത്തവരും എന്താണ് സ്വന്തം പാർട്ടിയുടെ ചിഹ്നവും കളറും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം മാത്രമാണ്. ഇന്ത്യ നിലനിൽക്കണം, പിന്നെ മതേതരവാദികളായ ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ കോൺഗ്രസിന്റെ കീഴിൽ എന്നും അണിനിൽക്കും. അതുകൊണ്ട് തന്നെ ET ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. സാഹചര്യം എന്താണെന്ന് വെച്ചാൽ UDF വമ്പ വിജയിക്കും. കാരണം അടുത്ത വർഷത്തിന്റെ ഇപ്പോഴത്തെ ഈ ഭരണം വൻപം അഴിമതികൾ ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ UDF വമ്പ വിജയിക്കുന്ന 2 ലക്ഷത്തിന്റെ അടുത്തായിട്ട് ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അതൊക്കെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഇത്തവണയും ലീഗിനൊപ്പം തന്നെയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ടതാണ്. അതിനി കുറച്ച് ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും മറിച്ചേതെങ്കിലും തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നാളെ വീണ്ടും കാണാം മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും. അരുവതേക്കും സൈനിങ് ഓഫ്.